ഈ കഴിഞ്ഞ ദിവസമാണല്ലോ 1458 സർക്കാർ ജീവനക്കാർ ഈ ക്ഷേമ പെൻഷൻ തട്ടിയെടുത്തു, അല്ലെങ്കിൽ ഈ പാവങ്ങളുടെ പാത്രത്തിൽ കൈയിട്ട് വാരി എന്ന വാർത്ത നമ്മുടെ മുൻപിലേക്ക് വന്നത്. സർക്കാരിൻ്റെ വിദഗ്ധമായ പരിശോധനയിലാണ് ഈ പറയുന്ന സർക്കാർ ജീവനക്കാരടക്കം പെൻഷൻ വാങ്ങുന്നുണ്ട് എന്ന വിവരം പുറത്തേക്ക് വരുന്നത്. അവരിൽ നിന്ന് ആ തുക ഈടാക്കാനുള്ള നടപടികളും മറ്റു നിയമ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഈ വിധത്തിൽ പെൻഷൻ മേഖല അല്ലെങ്കിൽ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശുദ്ധീകരിക്കാനുള്ള സർക്കാരിൻ്റെ നടപടി 2019 CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടന്നിരുന്നു. അന്ന് അനർഹമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റിയിരുന്നത് 2057 സർക്കാർ ജീവനക്കാരും 600 സർവീസ് പെൻഷൻകാരുമാണെന്ന് കണ്ടെത്തുകയുണ്ടായി. തുടർന്ന് അവരിൽ നിന്ന് തുക ഈടാക്കുകയും ചെയ്തിരുന്നു. അതിന്റെ തുടർച്ചയിൽ നടത്തിയ പരിശോധനയിലാണ് വീണ്ടും ഇപ്പോൾ 1458 പേർ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റുന്നു എന്ന കണ്ടെത്തലിലേക്ക് സർക്കാർ വന്നത്. വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. അപ്പോൾ അതിന്റെ ഒരു നടപടിക്രമങ്ങൾ, അന്വേഷണ വഴികളൊക്കെ നമുക്ക് നോക്കാം. ഷീജ, അതായത് ഇത് ഇപ്പോൾ 1458 സർക്കാർ ഉദ്യോഗസ്ഥർ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റുന്നു എന്ന വാർത്ത നമ്മുടെ മുൻപിലുണ്ട്. ഈ കണ്ടെത്തലിലേക്ക് സർക്കാർ എത്തിയത് അത് വളരെ വേഗത്തിൽ വന്നതല്ല. കാലങ്ങളായി ഈ പട്ടികയും മറ്റു കാര്യങ്ങളും പെൻഷൻ വിതരണം അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായ നിരീക്ഷണത്തിലാണ്. അത് സുതാര്യമാകുന്നതിനുള്ള പരിശോധനകളുടെ ഭാഗമായിട്ട് നേരത്തെ തന്നെ 2057 പേരെ കണ്ടെത്തിയിരുന്നു, അവരിൽ നിന്ന് തുക ഈടാക്കിയിരുന്നു. ആ പരിശോധന തുടർന്ന് വരുന്ന വഴിക്കാണ് വീണ്ടും 1458 പേരെ കണ്ടെത്തിയിരിക്കുന്നത്. തീർച്ചയായും മനു, അതായത് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേറിയ സമയത്താണ് ഈ CAG റിപ്പോർട്ട് വരുന്നത്. പക്ഷേ CAG റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് UDF സർക്കാർ സംസ്ഥാനത്ത് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എന്നുള്ളതാണ്. ആ സമയത്ത് വന്ന CAG റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് അനർഹമായി സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സർക്കാർ ജീവനക്കാർ കൈപ്പറ്റുന്നുണ്ട് എന്നുള്ളൊരു ഗുരുതരമായിട്ടുള്ള കണ്ടെത്തൽ CAG റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഈ CAG റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ വെച്ച് സർക്കാർ തുടർ നടപടികളിൽ കടക്കുകയായിരുന്നു. അതായത് 2019 ഇതിൽ കൃത്യമായ രീതിയിൽ തന്നെ അനർഹരെ പൂർണ്ണമായും സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരുന്നു. അതിന്റെ തുടർ നടപടികൾ ആരംഭിച്ചിരുന്നു. ആദ്യഘട്ടം എന്ന നിലയിൽ നടത്തിയ പരിശോധന, ആ പരിശോധനയിലാണ് 2057 സർക്കാർ ജീവനക്കാരും അതോടൊപ്പം തന്നെ 600 സർവീസ് പെൻഷൻകാരും ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നുണ്ട് എന്നുള്ളത് കണ്ടെത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി തന്നെ തുടർ നടപടിയിലേക്കും കടന്നിരുന്നു. അതിൽ ഇവരിൽ നിന്നും അപ്പോൾ തന്നെ ഇവർ കൈപ്പറ്റിക്കൊണ്ടിരുന്ന പെൻഷൻ നിർത്തലാക്കാനുള്ള തീരുമാനമെടുത്തു. തൊട്ടു പിന്നാലെ ഇവരിൽ നിന്നും ഈ തുക തിരികെ ഈടാക്കാനുള്ള തീരുമാനവും എടുത്തു. അത് ആ രീതിയിൽ അതിന്റെ നടപടികൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്ന ഘട്ടത്തിലാണ് പിന്നീട് മസ്റ്ററിംഗ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. ബാക്കി തലങ്ങളിലുള്ള പരിശോധനകൾ ഒക്കെ സംസ്ഥാന സർക്കാർ നടത്തുന്നത്. അതിനുശേഷം ഇത് വീണ്ടും സംസ്ഥാന സർക്കാർ പുനഃപരിശോധിക്കുന്ന സമയത്താണ് ഇതിന്റെ തുടർ പരിശോധന എന്ന രീതിയിൽ ഇതിന്റെ ഒരു നടപടിക്രമങ്ങൾ എവിടെ വരെ എത്തി, കൃത്യമായ രീതിയിൽ തുകയൊക്കെ തിരിച്ചു പിടിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു. ആ പരിശോധനയിലാണ് ഈ രീതിയിൽ 49 ലക്ഷത്തിലധികം രൂപ ഈ തിരികെ വന്നിട്ടുണ്ട്, ട്രഷറിയിലേക്ക് വന്നിട്ടുണ്ട്, ഇതുമായി ബന്ധപ്പെട്ടുള്ള തുക വന്നിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായ രീതിയിൽ ഉള്ള രേഖകളിലൂടെ വ്യക്തമാകുന്നത്. അതിനുശേഷവും പക്ഷേ ഈ പരിശോധന അവസാനിപ്പിക്കുന്നില്ല. പക്ഷേ സർവീസ് പെൻഷൻകാരാണ് ഈ 49 ലക്ഷം രൂപ തിരികെ അവർ അനധികൃതമായി കൈപ്പറ്റിയത് തിരികെ അടച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അപ്പോൾ ഈ സർക്കാർ ജീവനക്കാർ 2057 പേർ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തി തുക കൈപ്പറ്റുന്നുണ്ട് എന്നുള്ളത് കണ്ടെത്തിയിരുന്നു. അവരിൽ നിന്ന് കൃത്യമായ രീതിയിൽ പൂർണ്ണമായും തുക തിരികെ വന്നിരുന്നില്ല. അതിൽ അന്ന് ഈ പരിശോധനയിൽ വ്യക്തമാകുകയും അതിൽ DDയുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടാക്കി അതിൽ അവർക്കെതിരെ നടപടിയും തുടർ നടപടികളിലേക്കും സംസ്ഥാന സർക്കാർ കടന്നു. വീണ്ടും പരിശോധന നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ രീതിയിൽ, അതായത് 1458 സർക്കാർ ജീവനക്കാർ അനധികൃതമായി തട്ടിപ്പ് നടത്തി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നുണ്ട് എന്ന് വ്യക്തമായിരിക്കുന്നത്. ഇതിൽ തന്നെ ഇവരുടെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ കേവലം 10% മാത്രം മാറ്റി നിർത്തി ബാക്കി ഭൂരിപക്ഷം പേരും ഒന്നുകിൽ വികലാംഗ പെൻഷൻ അല്ലെങ്കിൽ വിധവാ പെൻഷൻ ഈ രീതിയിൽ പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരുന്നവരാണ്. ഇതിന് രണ്ടിനും പ്രായപരിധി ബാധകമല്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഇവർ ഈ ഒരു തട്ടിപ്പിൽ ഉപയോഗിച്ചത് എന്നുള്ള കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ്. കാരണം സർക്കാർ ജോലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ രീതിയിൽ ലഭിക്കുന്ന പെൻഷനുകളിൽ നിന്നും അവർ സർക്കാർ ജീവനക്കാരാണ് എന്നുള്ളത് എഴുതി കാണിച്ചതിൽ നിന്നും മാറേണ്ടതാണ്. പക്ഷേ അത് അവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായില്ല. അപ്പോൾ അതിൽ തുടർ നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ ഇതിനകം തന്നെ കടന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ യോഗം വിളിച്ച് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും സർക്കാർ ജീവനക്കാർക്കെതിരെ ഉണ്ടാകാൻ പാടില്ല. അനധികൃതമായി തട്ടിപ്പ് നടത്തിയാണ് അവർ ഈ ഒരു പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ട് സർക്കാർ ഖജനാവിൽ വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ അവർക്കെതിരെയുള്ള നടപടിയിൽ ഒരു വീഴ്ചയും ഉണ്ടാകാൻ പാടില്ല
പാടില്ല, കർശനമായിട്ടുള്ള നടപടി തന്നെ ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു. ഏതായാലും ധനമന്ത്രി നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിനും ഇനിയും തുടർ നടപടികളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. തുടർ പരിശോധനകൾ സംസ്ഥാനത്ത് നടക്കുകയാണ്. അപ്പോൾ പ്രതിപക്ഷം പറയുന്നത് CAG റിപ്പോർട്ട് വന്നിട്ട് എന്ത് ചെയ്തു എന്നാണ്. പക്ഷേ CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല സംസ്ഥാന സർക്കാർ ഈ ഒരു പെൻഷൻ പദ്ധതി നവീകരിക്കാനുള്ള നടപടികൾ. അനർഹരെ പൂർണ്ണമായും ഒഴിവാക്കുക, അർഹതപ്പെട്ടവർക്ക് കൃത്യമായ രീതിയിൽ അവരുടെ കൈകളിലേക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എത്തിക്കുക. ഇത് ലക്ഷ്യമിട്ട് തന്നെയാണ് 2019 മുതൽ ഈ ഒരു ശുദ്ധീകരണ പ്രക്രിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ സർക്കാർ ആരംഭിച്ചിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കണക്കുകൾ വ്യക്തമാക്കുന്നത്. മനു, ശരി ഷീജയാണ് ഈ വിവരങ്ങൾ നമ്മളോട് സംസാരിച്ചത്. ഏതായാലും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്ത വന്നപ്പോൾ അതായത് സർക്കാർ തന്നെയാണ് കണ്ടുപിടിച്ചത് ഇത്തരത്തിൽ 1458 പേർ സർക്കാർ ഉദ്യോഗസ്ഥർ അനധികൃതമായി പെൻഷൻ വാങ്ങുന്നുണ്ട് എന്ന്. പക്ഷേ അന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത് ഇത് വലിയ തട്ടിപ്പാണ്, CAG നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു, ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഒരു നടപടിയും എടുത്തില്ല എന്ന ആക്ഷേപമാണ് അന്ന് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. പക്ഷേ 2019 മുതൽ തന്നെ CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ പെൻഷൻ മേഖല ശുദ്ധീകരിക്കാനുള്ള വലിയ ഇടപെടലുകൾ നടത്തിയിരുന്നു. അന്ന് 2057 പേരെ 2019 തന്നെ അനധികൃതമായി പെൻഷൻ വാങ്ങുന്നത് കണ്ടുപിടിച്ചിരുന്നു. അവരിൽ നിന്ന് ആ തുക ഈടാക്കുകയും അത് ട്രഷറിയിൽ വരികയും ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. വീണ്ടും ആ പരിശോധനകൾ അങ്ങനെ തുടർന്നു പോകുന്ന ഒരു സമയത്താണ് ഇപ്പോൾ വീണ്ടും 1458 പേരെ കൂടി കണ്ടുപിടിച്ചിരിക്കുന്നത്.